എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫാദർ ജസ്റ്റിൻ അലക്സിൻ്റെ 71ാം ജന്മദിനമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. നമ്മളിൽ നിന്നൊക്കെ വേർപിരിഞ്ഞിട്ട് 2 വർഷം കഴിയുന്നു. എങ്കിലും അദ്ദേഹം സ്വർഗരാജ്യത്തിൽ മാലാഖമാരോടൊപ്പം ദൈവത്തോടൊപ്പം ഈ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടാവും. നമുക്കും അതിനോടൊത്തുചേരാം. അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ആരാണ് ജസ്റ്റിൻ അലക്സ്? ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനെക്കുറിച്ച്. എങ്കിലും പറയാം. 1950 സെബാസ്റ്റ്യൻ്റെയും യൂഫ്രേസിയയുടെയും മകനായിട്ട് കേരളത്തിലെ വള്ളവിള എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1975 അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണം. 1993 തിരുവനന്തപുരത്ത് അനുഗ്രഹഭവൻ എന്ന ഒരു ധ്യാന കേന്ദ്രത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. 2019 മാർച്ച് മാസം 13 അദ്ദേഹത്തിൻ്റെ 69ാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് നമ്മളെയൊക്കെ വിട്ട് അദ്ദേഹം യാത്രയായി. ഏകദേശം 26 വർഷത്തോളം അച്ഛൻ ജീവിച്ചിരുന്ന സ്ഥലമാണിത്. അനുഗ്രഹഭവൻ എന്ന ധ്യാനകേന്ദ്രം. അത് അച്ഛൻ്റെ വീട് തന്നെയായിരുന്നു. അച്ഛൻ നടന്ന വഴികളും കയറിയിറങ്ങിയ പടിക്കെട്ടുകളും. ഇതിൻ്റെ പരിസരങ്ങളിലൂടെ നടക്കുമ്പോൾ അച്ഛൻ്റെ നിറഞ്ഞ പുഞ്ചിരിയും ആശ്വാസവാക്കുകളുമൊക്കെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നു. ബൈബിളിൽ പറയുന്നത് പോലെ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പുരോഹിതനായിരുന്നു ഫാദർ ജസ്റ്റിൻ അലക്സ്. ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നവർക്ക് എങ്ങനെ ജീവിക്കും? ആത്മഹത്യയുടെ വക്കിലായവരുണ്ട്, ബിസിനസ് തകർന്നവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അനേകം ജനങ്ങൾക്ക് കൗൺസിലിങ്ങിലൂടെ അദ്ദേഹം ആശ്വാസം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നൽകിയിട്ടുണ്ട്. രോഗികളായിട്ടുള്ളവർക്ക് രോഗസൗഖ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാനായ പുരോഹിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വാചാലനാകുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടിട്ടും നമ്മളത് പുറത്ത് പറയാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാതെ ഇരുന്നാൽ അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ശരിക്കും ഇത്തരത്തിലുള്ള ജ്ഞാനികളിലൂടെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ വ്യക്തികളിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായും പ്രാർത്ഥനയിൽ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാലയങ്ങൾക്ക്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ കൂടുതൽ താല്പര്യം കാണിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അനുഗ്രഹഭവനിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനാ മന്ദിരങ്ങൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനം ജനങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തന്നെയായിരുന്നു. പ്രാർത്ഥനയിലൂടെ ജനങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പോയി ധ്യാനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സമാധാനവും സന്തോഷമൊക്കെ പകർന്നു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, അച്ഛൻ മാസത്തിൽ 3 ദിവസം അതികഠിനമായ തപസ്സെടുക്കുമായിരുന്നു. ഈ 3 ദിവസവും അച്ഛൻ ആഹാരം കഴിക്കാറില്ല. 3-ാം ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അച്ഛൻ ആഹാരം കഴിച്ചിരുന്നത്. അപ്പോൾ ഈ തപസ്സിലൂടെയും പ്രാർത്ഥനയിലൂടെയാണ് ജനങ്ങളെ സഹായിക്കാനുള്ള, ജനങ്ങളെ രക്ഷിക്കാനുള്ള ശക്തി, അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനുള്ള ശക്തി അച്ഛൻ കൈവരിച്ചിരുന്നത്. പിന്നീട് അച്ഛൻ നിരന്തരം ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക എന്നച്ഛൻ പറയുമായിരുന്നു. കാരണം പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത്തരം ശക്തികളൊക്കെ, ദുഷ്ടശക്തികളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹങ്ങളിൽ മറ്റൊന്നായിരുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി പ്രത്യേകം കെട്ടിടങ്ങൾ വരെ അച്ഛൻ നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വയം പാട്ടുകൾ എഴുതി അത് സ്വന്തമായി തന്നെ പാടി CD ആയിട്ടൊക്കെ പുറത്തിറക്കുന്ന ഒരു രീതിയായിരുന്നു അച്ഛൻ്റേത്. കാരണം ദൈവത്തെ സ്തുതിക്കുവാൻ ഗാനം ആലപിച്ച് സ്തുതിക്കുമ്പോഴാണ് കൂടുതൽ ഒരു ഭക്തി വരുന്നത് എന്ന് അച്ഛൻ വിശ്വസിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു സ്റ്റുഡിയോ തന്നെ, ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തന്നെ അച്ഛൻ ക്രമീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അച്ഛൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛനോടൊപ്പം നിന്ന് അച്ഛൻ്റെ ഒരു വീഡിയോ CD ചെയ്യാനും ഒരു മാഗസിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് അച്ഛനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് സാധിച്ചിട്ടില്ല. അതൊരു ദുഃഖമായിട്ട് ഇപ്പോഴും മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. കൂടാതെ അച്ഛൻ നല്ലൊരു കലാകാരൻ കൂടെയായിരുന്നു. സംഗീതത്തിലായാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലായാലും വീഡിയോഗ്രാഫിയിലായാലും അച്ഛൻ്റേതായ ഐഡിയകളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ദൈവം അച്ഛനിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടാണോ അച്ഛൻ യാത്രയായത്? നമുക്കറിയില്ല. ഈശോ പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അതുപോലെ അച്ഛനും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ഇനിയും ഒരുപാട് കാലം കൂടി ജീവിക്കുവാൻ, ചെയ്തു തീർക്കുവാനുള്ള ഇനിയും എത്രയോ കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്നതോർത്ത് സങ്കടപ്പെട്ടിരുന്നോ? അറിയില്ല. പക്ഷേ അച്ഛൻ്റെ അവസാന നിമിഷങ്ങൾ വളരെയേറെ സങ്കടം നിറഞ്ഞതായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലരും പറയാറുമുള്ള കാര്യമാണ്, ഒരുപാട് നന്മകൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ദുഃഖങ്ങളായിരിക്കും. ഈശോയ്ക്കും സംഭവിച്ചത് അത് തന്നെയല്ലേ? ഈശോ എത്ര നല്ല കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തത്. പക്ഷെ ജനങ്ങൾ തിരിച്ചു കൊടുത്തത് എന്താണ്? ദുഃഖങ്ങളും കുരിശുമരണവും. ശരിക്കും അച്ഛൻ സന്തോഷവാനായിട്ടാണോ യാത്രയായത്? അല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം ഇനിയും ചെയ്തു തീർക്കാനാവാതെ പോയ ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നിരിക്കണം. ഒരുപാട് നൊമ്പരങ്ങൾ ബാക്കിയാക്കി അച്ഛൻ യാത്രയായി. എഴുതി വെച്ച വരികളിൽ എന്തെങ്കിലും തിരുത്തി എഴുതുവാൻ ബാക്കിയുണ്ടായിരുന്നോ? അറിയില്ല. ഇന്ന് 2021 ജൂലൈ 18, അച്ഛൻ്റെ 71ാം ജന്മദിനം. എല്ലാവരും അച്ഛൻ്റെ വിശുദ്ധ പദവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി.